സർ, യുഎഇക്ക് വലിയൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തുകയാണ് യുഎസിലെ ഒരു സാമ്പത്തിക വിദഗ്ധൻ. അദ്ദേഹം പറയുന്നത് ദുബായും അബുദാബിയും ഉൾപ്പെടെയുള്ള എമിറേറ്റുകൾ ടൂറിസ്റ്റ് രാജ്യങ്ങളാണ്. ഇത്തരത്തിൽ ടൂറിസം വരുമാനമായി അത്തരത്തിൽ വികസിക്കുന്ന യുഎഇ പോലെയുള്ള ഒരു രാജ്യത്തിന് ഇറാനുമായുള്ള ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ യുദ്ധ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിൽ വളരെ വളരെയധികം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ യുഎഇയെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കും. യുഎഇ തകർന്നടിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധൻ നൽകുന്ന മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് എത്രത്തോളം ശരിയാണ്? അത്തരത്തിൽ യുഎഇയെ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം ഇനിയും ഭാവിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? തീർച്ചയായും അതിപ്പോ യു എസ് എ സാമ്പത്തിക വിദഗ്ധൻ പറയൊന്നും വേണ്ട. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇന്ത്യക്കാർക്ക്. കാരണം നമ്മുടെ ഏറ്റവും നല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് കാശ്മീർ. അതായത് ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. ഈ സ്വിറ്റ്സർലാൻഡ് എന്താണെന്ന് അറിയാലോ? ലോകത്തില് എല്ലാ ടൂറിസ്റ്റ് സഞ്ചാരികളും എപ്പോഴും ചെല്ലുന്ന അത്രയും നല്ല കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. ആ സ്വിറ്റ്സർലാൻഡിൽ ഏതു കാലത്തും ടൂറിസ്റ്റുകളുടെ തള്ളാണ്. ഇന്ന് സമാധാനപരമായിട്ട് സ്വിറ്റ്സർലാൻഡിലെ ലക്സംബർഗ് എന്ന സ്ഥലത്ത് അവിടെ തമാശ കേട്ടാൽ അത്ഭുതം, അവിടെ പോലീസില്ല. അങ്ങനെ വളരെ സമാധാനപരമായി ജീവിക്കുന്ന ജനങ്ങളുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പോ അതുമാതിരി കൺവേർട്ട് ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് യുഎഇ. നമുക്കറിയാലോ കാശ്മീരിൽ ഈ കഴിഞ്ഞ 10 വർഷം വരെയും ദിവസവും അവിടെ പൊട്ടി ഇവിടെ പൊട്ടി, 2 ആൾ മരിച്ചു 3 ആൾ മരിച്ചു പറഞ്ഞത് ഒരു 10-70 കൊല്ലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാശ്മീരിൽ പോകാൻ ആൾക്കാർക്ക് പേടിയായിരുന്നു. അത് പെട്ടെന്നായിരുന്നു ഈ 10 കൊല്ലം കൊണ്ട് അതിന് വലിയൊരു മാറ്റമാണ് ഈ ബി.ജെ.പി. സർക്കാർ വന്നതിന് ശേഷം കാശ്മീരിൽ ഉണ്ടായത്. ഇന്ന് കാശ്മീരിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് കേരളക്കാർക്ക് ഒരു കാർ എടുത്തിട്ട് ചിലപ്പോ കേരളത്തിൽ ഓടിക്കുമ്പോഴാ ബുദ്ധിമുട്ട്. ആ മംഗലാപുരം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ കാശ്മീർ എത്തുന്നവരെയും കണ്ണും ചീമ്പിയിട്ട് ഹൈവേ കൂടെ വണ്ടി ഓടിക്കാം. അത്ര സുന്ദരമായ ഹൈവേ ആണെന്ന് പണിത് സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ, അതും കാശ്മീരിൽ ഇന്ന് പണ്ടത്തെ കാശ്മീരല്ല, അവിടെ എല്ലാ സ്ഥലത്തും ടൂറിസ്റ്റ് ഗൈഡുകളും അവിടെ ഇവിടെയൊക്കെ പോകാനും കാഴ്ചകൾ കാണാനും താമസിക്കാനും ഒക്കെ എല്ലാതരം സൗകര്യങ്ങളും ഇന്ന് കാശ്മീരിൽ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള കാശ്മീരിൽ ഇത്രയും നല്ല ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡായ കാശ്മീരിൽ ജനങ്ങൾ ഒഴുകി അവിടെ ടൂറിസം അങ്ങോട്ട് ബൂമ് ചെയ്തു. അവിടെ കഴിഞ്ഞ 10 വർഷം വരെയും കാശ്മീരിലെ ലഡാക്കിലൊന്നും സ്ഥലം വിറ്റാൽ വാങ്ങാൻ ആളില്ല. ഇതായിരുന്നു അവസ്ഥ. ഓറഞ്ച് തോട്ടങ്ങള് ഇന്ന് ലോകത്ത് തന്നെ പേരുപെട്ടതാണ് കാശ്മീരിലെ ആപ്പിളും കാശ്മീരിലെ ഓറഞ്ചും. ഈ 2 സാധനവും ഇന്ന് ഇന്ത്യയിലും ലോകം മുഴുവൻ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ കാശ്മീർ ഇന്ന് വളരെയധികം വലിയ വികസിച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഒരു 4-5 മാസം മുന്നേ നമ്മൾ അവിടെ ഒരു അനുഭവപ്പെട്ടത്. കുറച്ച് തീവ്രവാദികൾ എങ്ങനെയോ തദ്ദേശവാസികളുടെ സഹകരണത്തോടെ വന്ന് അവിടെ വന്ന ടൂറിസ്റ്റുകളുടെ മുണ്ട് പൊക്കി നോക്കി മുസ്ലിം അല്ല എന്ന് വരുത്തിയിട്ട് 26-27 പേരെ വെടിവെച്ച് കൊന്നു. വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. അത് ചെറിയ തോതിൽ ആ ടൂറിസത്തെ വീണ്ടും ബാധിച്ചിരുന്നെങ്കിലും പക്ഷെ അതൊക്കെ വീണ്ടും മറികടന്നുകൊണ്ട് വളരെ ശക്തമായ പ്രൊട്ടക്ഷൻ, പക്ഷെ ഈ പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ കൂടുതൽ ഒരു ഭാഗത്ത് നിർത്തിക്കഴിഞ്ഞാൽ ടൂറിസ്റ്റിന്റെ മനസ്സിന് അത് താല്പര്യം കൊടുക്കുന്ന കാര്യമല്ല. ടൂറിസം എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആയിരിക്കണം. അവിടെ എല്ലാത്തിനും നമുക്ക് ഫ്രീ ആയിട്ട്, അവിടെ അങ്ങനെ തോക്കും പിടിച്ചിട്ട് പോലീസുകാരൊക്കെ നിൽക്കുമ്പോൾ അവിടെ പോകാൻ വലിയ താല്പര്യമൊന്നും ജനങ്ങൾക്ക് കാണില്ല. അതാണ് പറഞ്ഞത്. യുഎഇ എന്ന് പറഞ്ഞാൽ ലോക രാജ്യത്തുള്ള എല്ലാവരും 100-200ഓളം നാഷണാലിറ്റി ആൾക്കാർ അവരുടെ റിട്ടയർമെന്റ് ലൈഫ് അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പറിച്ചു നടൽ, പണ്ടൊക്കെ അമേരിക്കയിലേക്കാണ് പോയിരുന്നത്, അതൊക്കെ മാറിയിട്ട് ഇന്ന് യുഎഇയിൽ വന്ന് സ്ഥലം വാങ്ങി വീട് വെച്ച് സെറ്റിലാകുന്ന ഒരുപാട് ആൾക്കാർ. അതുപോലെ ദിവസവും എന്ന് പറഞ്ഞ പോലെ യുഎഇ കാണാനും അവിടുത്തെ ഓരോ അത്ഭുതങ്ങൾ കാണാനും റിസോർട്ടുകളും മറ്റും ബുക്ക് ചെയ്ത് ദിവസവും ഫ്ലൈറ്റുകൾ ഓടുന്നു. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കെട്ടിടം ബുർജ് ഖലീഫ, അങ്ങനെ ലോകത്തിലെ എല്ലാ നമ്പർ 1 സാധനങ്ങളും ദുബായിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ ഭരണകൂടം.
ഇന്ന് വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ടിന്റെ ഫിനിഷിംഗ് വർക്കിൽ ദുബായ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഇപ്പോ ഇറാൻ ഈ പണി പറ്റിക്കുന്നത്. ഇറാൻ അപ്പൊ ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു അപകടമായ ഒരു സ്ഥലമാണ്. ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ 5 കൊല്ലോ 10 കൊല്ലോ അല്ല, 10-100 കൊല്ലമായിട്ട് അവർ ഈ ലോകം തന്നെ മതത്തിന്റെ അതാണ്. ഇറാനല്ല കുഴപ്പം, ആ ഇറാനിലെ ജനങ്ങളും അല്ല കുഴപ്പം. ആ ഇറാനിലെ എത്രയോ ജനങ്ങൾ UAE വന്ന് സെറ്റിൽ ആയിരിക്കുകയാണ്. കാരണം ഈ ഇറാനിലുള്ള ഈ മത ഭ്രാന്തന്മാരായ ഭരണകൂടമാണ് ഇവിടെ പ്രശ്നം. നമുക്കറിയാലോ, നമ്മുടെ നാട്ടില് ഒരു 15 കൊല്ലം മുന്നേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? റോട്ടിൽ കൂടെ പോകുന്ന ഏതെങ്കിലും മനുഷ്യരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നോ? ഇവിടെ മതേതര രാജ്യമാണ്. ആ പോകുന്നവൻ ഹിന്ദു ആണെന്നോ ക്രിസ്ത്യാനി ആണെന്നോ മുസ്ലിം ആണോ നമുക്ക് തിരിച്ചറിയില്ല. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് നമ്മൾ റോട്ടിൽ ഇറങ്ങിയാൽ ഏതെങ്കിലും സിറ്റി, ഒരു കോഴിക്കോടോ കൊച്ചിയോ എവിടെയെങ്കിലും ചെന്നാൽ ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാവാണ് അവൻ മുസ്ലിം ആണ് എന്നുള്ളത്. കാരണം അത്തരത്തിലുള്ള വസ്ത്രം ധരിച്ച് ഇവിടെ ഇപ്പതാ UDFന്റെ ഒപ്പം കൂടിയ ജമാഅത്ത് ഇസ്ലാമി നേതാവ് എന്താ പറയുന്നത്? മതം ഭരിക്കണം നാട്, ശരിയ നിയമം, മുസ്ലിമിന്റെ ഒരു നിയമമാണ്, അത് കൺട്രോളിലായിരിക്കണം നാട്. ഇപ്പോ സുപ്രീം കോടതി ഒരു നിയമം കൊണ്ടുവന്നു. എന്താ നിയമം? ഇപ്പൊ 2 ദിവസമായിട്ടുള്ള നിയമം കൊണ്ടുവന്നിട്ട് ആ നിയമം മുസ്ലിങ്ങളിൽ അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്ന വിഷയവുമായിട്ടുള്ള ഒരു വാദം നടക്കുമ്പോൾ ഈ മുസ്ലിം വിഷയം അവിടെ വന്നു. അവിടെ എന്തായിരുന്നു? മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് കയറി പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇവിടെ ഏത് അമ്പലത്തിലോ ഗുരുവായൂർ ഏത് അമ്പലത്തിലും നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഒന്നിച്ചു പോയി പ്രാർത്ഥിക്കാൻ പറ്റും. അത് ശബരിമലയിൽ മാത്രം ചില വയസ്സിന്റെ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ അവിടെ മാത്രം റിസ്ട്രിക്ഷൻ വന്നു. ആ ചർച്ച നടക്കുമ്പോൾ സുപ്രീം കോടതി മുസ്ലിം വിഷയം എടുത്ത് ചർച്ച ചെയ്തു. അതിന്റെ വിദഗ്ധരായിട്ട് സംസാരിച്ചപ്പോ ഇവരെന്താ പറഞ്ഞത്? മുസ്ലിങ്ങളുടെ നിയമത്തിൽ കോടതി ഇടപെടണ്ട, ഞങ്ങളുടെ പള്ളിയിൽ സ്ത്രീകൾ പോണോ പോണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, അത് കോടതി പറയണ്ട. അപ്പൊ ഹിന്ദുവിന്റെ അമ്പലത്തിൽ പോകാൻ കോടതിക്ക് പറയാം, മുസ്ലിമിന് ഇവിടെ പറയാൻ പാടില്ല. അപ്പൊ മുസ്ലിം നിയമം ഇവിടെ പാടുള്ളൂ, മുസ്ലിങ്ങൾക്ക് വേറെ നിയമം, മുസ്ലിം നിയമം മറ്റുള്ളവരും അനുസരിച്ചു കൊള്ളും. ഇതൊക്കെയല്ലേ അവരുടെ ഭാഷയിൽ നിന്ന് വരുന്നത്. അതിന്റെ ഭാഗം തന്നെയാണല്ലോ ഇപ്പോ ഈ ബഹ്റൈനിലും UAE-യിലും സൗദിയിലും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവര് ഇറാന്റെ പിന്നാലെ നടന്ന് പേക്കൂത്ത് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട്. അപ്പോ ഇത്തരത്തിൽ ഈ UAE ഈ യുദ്ധത്തിൽ ഇറാന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമാകാനുള്ള ഇതിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് യുദ്ധത്തിൽ സൗദിയോടൊപ്പം നിന്ന് അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഭാഗമാകുമ്പോൾ അത് UAE-ക്ക് വരുന്ന നഷ്ടം അവരെ ടൂറിസം മേഖലയ്ക്ക് ആണ്. അവിടെ വരുന്ന ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് ലൂസ് ആകുന്നു. ഇപ്പൊ തന്നെ ഈ യുദ്ധം ഈ കൊടുമ്പിരി കൊണ്ടപ്പോ ഇന്നലെ നമ്മൾ കണ്ട റിപ്പോർട്ടാണ്, ഇറാനികളായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അവിടെ വന്ന് സെറ്റിൽ ആയവരുടെ അസറ്റുകള് UAE ഗവൺമെന്റിന് വേറൊരു വഴിയില്ല. കാരണം ഇറാനെതിരായി പോയി. അറൌണ്ട് 600 ബില്യൺ അസറ്റ്സ് സീസ് ചെയ്തിട്ടു, ആൾറെഡി സീസ്ഡ് ആണ്. ഇനി അവർക്ക് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് രാജ്യം വിട്ടുപോകാൻ. അപ്പൊ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ചെയ്യുമ്പോൾ പുതിയ അന്യരാജ്യക്കാർക്ക് ആ നാട്ടിൽ ചെല്ലാൻ ചില ഇപ്പോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല, ഇനി ചിന്തിക്കും. ആ നാട്ടിൽ പോയാൽ പ്രശ്നമാണോ, സെറ്റിൽ ചെയ്താൽ കുഴപ്പമാണോ, അവിടെ പോയാൽ യുദ്ധം ഉണ്ടാവോ? അപ്പൊ ഇതൊക്കെ അവിടുത്തെ ടൂറിസത്തിന് വലിയ തോതിൽ ബാധിക്കും എന്ന് മാത്രമല്ല, UAE സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇൻകം, ഞാൻ മനസ്സിലാക്കുന്ന മന്ത്ലി 50 ബില്യൺ എബോവ് ആണ് അവരുടെ ഇൻകം. എയർപോർട്ടും മറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വിസിറ്റ് വിസയും ടൂറിസ്റ്റ് വിസ ഒക്കെ ആ ഇടപാടിൽ അവരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് ഈ ടൂറിസം. ആ ടൂറിസത്തെ ഇത് ബാധിക്കുമെന്നാണ് ഈ അമേരിക്കൻ വിദഗ്ധൻ പറഞ്ഞതെങ്കിലും ഇത് അമേരിക്കൻ വിദഗ്ധനൊന്നും പറയണ്ട, സ്വാഭാവികമായിട്ട് ബുദ്ധിയുള്ള ആർക്കും അത് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. UAE എന്തുകൊണ്ടാണ് ഈ സാധാരണ അവര് ഇത്തരം കാര്യങ്ങൾ വരുമ്പോ രംഗത്തൊന്നും വരാറില്ല, വളരെ ഒതുങ്ങിയിരുന്ന് വളരെ സൂത്രത്തിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ അവര് പരസ്യമായിട്ട് എന്തോ അവർക്ക് ദിവസവും അടി കിട്ടുമ്പോ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ദിവസവും അവരുടെ ദുബായിൽ നിന്ന് ഫുജൈറയ്ക്കുള്ള പൈപ്പ് ലൈൻ ആകെ അടിച്ചു പൊട്ടിച്ചു.
എന്നിട്ടും ഉണ്ടാതിരിക്കാൻ പറ്റുമോ? വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ UAE അറിയാതെ ചെയ്തു പോകും. സത്യമാണ്, ഈ ചെയ്യുന്നത് അവരുടെ പ്രധാന വരുമാന മാർഗമായ ടൂറിസത്തെ ബാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ആ ടൂറിസം എന്ന് പറയുന്ന ബിസിനസ് അങ്ങനെയാണ്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ ടൂറിസ്റ്റുകൾ വരികയില്ല എന്ന് ഏതൊരു കോമൺ മാനും അറിയാം. അവിടെ ഇൻവെസ്റ്റിന് ആരും വരില്ല. യാതൊരു തരത്തിലുള്ള നമ്മുടെ ഉത്സാഹഭരിതമായ സന്തോഷകരമായ ഒരു യാത്ര, ഉല്ലാസ യാത്രയ്ക്ക് ആരും തന്നെ വരില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോ ഇത് കൺട്രോൾ ചെയ്തിട്ട് UAE പിന്മാറാൻ പറ്റുമോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.